everyone, welcome to Wedding Series Vlog Part 1. വെഡ്ഡിങ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വെഡ്ഡിങ് സാരി സെലക്ട് ചെയ്തുകൊണ്ടാണ്. വെഡ്ഡിങ് സാരി നമ്മൾ എടുക്കുന്നത് BSc ദാവൻഗിരിയിൽ വെച്ചിട്ടാണ് കേട്ടോ. എൻ്റെ പുള്ളിക്കാരൻ്റെ വീട് ദാവൻഗിരിയിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ സാരി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്തത്. എൻ്റെ കൂടെ പുള്ളിക്കാരൻ്റെ അമ്മയും വല്യമ്മയും പുള്ളിയും ഉണ്ട് കേട്ടോ. വെഡ്ഡിങ് സാരി പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് മിക്ക ആളുകളും ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇന്ന കളറ്. അപ്പോൾ ആ ഒരു കളറിലുള്ള ഡിഫറെൻറ്റ് പാറ്റേൺസ് ആയിരിക്കും എപ്പോഴും അവരെടുത്തിട്ട് പെട്ടെന്ന് സെലക്ഷനും കഴിയും. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു കളേഴ്സ് വെച്ചില്ല. മാക്സിമം ഡാർക്കായ കളർ എടുക്കാമെന്ന്. ഒന്നാമത് എൻ്റെ ഫേവറേറ്റ്സ് ഡാർക്ക് കളേഴ്സാണ്. അപ്പോൾ ഡാർക്ക് കളർ എടുക്കാമെന്ന് എന്നോട് പുള്ളി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സാരീസും ഞങ്ങൾ കണ്ട് എന്നിട്ട് ഇഷ്ടപ്പെട്ടത് എടുക്കാമെന്നുള്ള പ്ലാനായിരുന്നു. എന്തുകൊണ്ട് BSc എന്നുള്ള കാര്യം എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. നമ്മൾ കേരളത്തിലാണെങ്കിൽ നമ്മൾ എവിടെയാണ് പോവുക? കല്യാണിൽ പോകും, ജയലക്ഷ്മിയിൽ പോകും, ഷീമാട്ടിയിൽ പോകും. എങ്ങനെയാണ് ഇവിടെ ഫേമസ് BSc ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ BScയിലേക്ക് തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നത്. എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഓരോരോ പ്രോഗ്രാമിനാണെങ്കിലും സാരി എടുക്കാൻ പോകും, എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോഴാണെങ്കിലും വീഡിയോസ് എടുക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് പറയും വേണ്ട ഇതൊന്നും പോസ്റ്റ് ചെയ്യണ്ട അങ്ങനെ എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ പുള്ളിക്കാരനും വീട്ടുകാരും ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും ഡാൻസിങ് ആണെങ്കിലും എല്ലാത്തിനും കട്ട സപ്പോർട്ടാണ്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞങ്ങളങ്ങനെ കുറേ സാരീസൊക്കെ കണ്ടിട്ട് അങ്ങനെ 2 സാരിയാണ് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചേ. അത് നമുക്ക് ഡ്രേപ്പ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആദ്യത്തെ ഒരു ബ്രൗണിഷ് മെറൂൺ കളറാണ് കേട്ടോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് അവിടുത്തെ സെയിൽസ്മാൻ ഡ്രേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് നമുക്ക് 2 കളേഴ്സും ഇഷ്ടപ്പെട്ടു കേട്ടോ. കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു പീകോക്ക് ബ്ലൂ കളർ ഞാൻ വെഡ്ഡിങ് സാരി ആയിട്ട് സെലക്ട് ചെയ്ത സാരി കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ ഇത് എടുത്തു. ഒന്നാമത് എല്ലാത്തിലും ഞാൻ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പുള്ളിയും അതേമാതിരി തന്നെയാണ്. പക്ഷേ പുള്ളി എപ്പോഴും ഒരു ലൈറ്റ് കളർ സിമ്പിൾ ഡിസൈൻ അങ്ങനെയാണ് കേട്ടോ പ്രിഫർ ചെയ്യാറ്. പക്ഷേ ഞാനാണ് എപ്പോഴും ഡാർക്ക് കളേഴ്സ് കുറച്ചും കൂടെ ഹൈലൈറ്റഡ് ആവണം അങ്ങനെയൊരു പ്രിഫറൻസിൽ. അപ്പോൾ ഇത് ഡ്രേപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പുള്ളീനോട് ചോദിച്ചു എങ്ങനെയുണ്ട്, ഇത് കൊള്ളാവോ എന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ പുള്ളി പറഞ്ഞു കൊള്ളാം, അടുത്ത സാരി കൂടെ ഇട്ട് നോക്ക്, എന്നിട്ട് ഞാൻ കറക്റ്റ് അഭിപ്രായം പറയാം. ഈ സാരി കൊള്ളാം, ഉടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല, എൻ്റെ കളറിന് സ്യൂട്ടാകുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അടുത്ത സാരി ഇതേമാതിരി തന്നെ ഞങ്ങൾ ഡ്രേപ്പ് ചെയ്ത കേട്ടോ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അപ്പോൾ പുള്ളിയോടും വീട്ടുകാരോടൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. ഒന്നും അഭിപ്രായം പറയുന്നില്ല. എന്നോട് പറഞ്ഞു നീ ആദ്യം പറ, എൻ്റെ അഭിപ്രായം പറ, നീയാണ് ഉടുക്കേണ്ട ആൾ, അതാണ് അപ്പോൾ നീയാണ് അഭിപ്രായം പറയേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് എനിക്ക് ഈ ഒരു ബ്ലൂ, ഈ പീകോക്ക് ബ്ലൂ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കളേഴ്സാണ്. അപ്പം അതിനനുസരിച്ച് സ്യൂട്ടായിട്ടൊരു കളറും കിട്ടി. കൂടാതെ എനിക്ക് ഇങ്ങനത്തെ ലോങ് ബോർഡേഴ്സ് ഈ താഴെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഇട്ട് കൂടാത്തതിന് ആ ഒരു ബ്രൗൺ ഇടുന്നതിനേക്കാളും ഈ ഒരു പീകോക്ക് ബ്ലൂവിൽ കളറ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രിഫർ ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വെഡ്ഡിങ് ലുക്ക് ഉണ്ടായിരുന്നത്. മേക്കപ്പിനെ പറ്റി പറയുന്ന സമയത്ത് എടുത്ത് പറയേണ്ട ഒരാൾ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഹന ചേച്ചീനെ പറ്റിയിട്ടാണ് കേട്ടോ. ഡ്രേപ്പിംഗ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന മാതിരി ചെയ്തു തന്ന പുള്ളിക്കാരിയാണ്. അതിനെപ്പറ്റിയുള്ള വീഡിയോസ് വഴിയെ വരുന്നുണ്ട്. വെഡ്ഡിങ് സാരി സെലക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് റിസപ്ഷൻ്റെ ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ പോയത്. റിസപ്ഷൻ്റെ ഡ്രസ്സ് ആദ്യം ഞങ്ങൾ ഫൈനലൈസ് ചെയ്തത് ഈ ഒരു കളറായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഈ കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നാമത് ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന മാതിരി കളറായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ സ്കേർട്ടിന് എന്തോ ഡാമേജ് ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങളങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളത് ശരിയാവില്ല, എന്തോ ഡാമേജുള്ള ഈ ഒരു പീസ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ അത് മാറ്റി വെച്ചു. ഇതേമാതിരി വേറെ കളറുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഇതിനേക്കാൾ കുറച്ചും കൂടെ ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ് ഉണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ ഡാർക്കർ ഷെയ്ഡാണ് കേട്ടോ. അതാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നാമത് നമ്മൾ വെഡ്ഡിങ് സാരി എടുക്കുമ്പോഴാണെങ്കിലും റിസപ്ഷൻ്റെ ഡ്രസ്സ് എടുക്കുമ്പോഴാണെങ്കിൽ എല്ലാ ഇതും സെലക്ട് ചെയ്യുന്ന ടൈമിൽ എന്നോട് എല്ലാ കാര്യത്തിനും ഇഷ്ടം ചോദിച്ചിട്ടും ഒക്കെയാണ്. ഞങ്ങൾക്ക് 2 പേർക്ക് എപ്പോഴും ഒരു സാധനം സെലക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും 2 പേര് എങ്ങനെ പോയാലും ലാസ്റ്റ് ഒരു പോയിന്റിൽ തന്നെ എത്തും. അങ്ങനെയാണ് ഞങ്ങൾ എന്ത് സാധനം, ഒരു ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിനും ഞങ്ങൾ സെലക്ട് ചെയ്യാറുണ്ടായിരുന്നത്. എനിക്കുള്ള ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഉച്ചയായിട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ പുള്ളിയുടെ ഡ്രസ്സ് എടുക്കാൻ പോയി. അതിന് തന്നെ അത്യാവശ്യം നല്ല ടൈം എടുത്ത് നല്ലോണം ടയേർഡായി. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല. സോ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. സോ സീ യു ഓൺ പാർട്ട് 2 വെഡ്ഡിങ് സീരീസ് വ്ലോഗ്. ടിൽ ദെൻ ബൈ.